ടെക് ലോകത്തെ വാർത്തകൾ. ഇന്ത്യൻ വാഹന വിപണിയിൽ വൻ കുതിപ്പ്. 2026 ജൂലൈയിൽ പാസഞ്ചർ വെഹിക്കിൾസ്, 2 വീലേഴ്സ്, 3 വീലേഴ്സ് എന്നിവയുടെ ആഭ്യന്തര ഹോൾസെയിൽ വിൽപ്പനയിൽ ശക്തമായ ഇരട്ടക്ക വളർച്ച രേഖപ്പെടുത്തിയതായി സൊസൈറ്റി ഓഫ് ഇന്ത്യൻ ഓട്ടോമൊബൈൽ മാനുഫാക്ചേഴ്സ് അഥവാ SIAM അറിയിച്ചു. SIAM കണക്കുകൾ പ്രകാരം ജൂലൈയിൽ പാസഞ്ചർ വെഹിക്കിൾ വിൽപ്പന 34.3% ഉയർന്ന് 4.58 ലക്ഷം യൂണിറ്റിലെത്തിയെന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. 2 വീലർ വിൽപ്പന 22.6% ഉയർന്ന് 19.23 ലക്ഷം യൂണിറ്റായി. അതേസമയം 3 വീലർ വിൽപ്പന 33.4% വർദ്ധിച്ച് 93,000 യൂണിറ്റിലെത്തി. ഓണം, ദീപാവലി ഉൾപ്പെടെയുള്ള വരാനിരിക്കുന്ന ഉത്സവ സീസണുകൾക്കായുള്ള ഡീലർ സ്റ്റോക്കിംഗ്, ഗ്രാമീണ മേഖലയിലെ മെച്ചപ്പെട്ട ഡിമാൻഡ്, നല്ല മൺസൂൺ, കാർഷിക മേഖലയിലെ ഉണർവ് എന്നിവയാണ് വിപണിയുടെ വളർച്ചയ്ക്ക് പ്രധാന കാരണങ്ങളായി വിലയിരുത്തപ്പെടുന്നത്. FADAയുടെ റീറ്റെയിൽ കണക്കുകൾ പ്രകാരം ജൂലൈയിലെ പാസഞ്ചർ വെഹിക്കിൾ വിൽപ്പനയിൽ EVകളുടെ വിഹിതം 12.7%. പാസഞ്ചർ വെഹിക്കിൾസ്, 2 വീലേഴ്സ്, 3 വീലേഴ്സ് എന്നീ പ്രധാന വിഭാഗങ്ങളിലെ ശക്തമായ പ്രകടനം ഇന്ത്യൻ ഓട്ടോ ഇൻഡസ്ട്രിയിൽ ഉപഭോക്തൃ ഡിമാൻഡ് ഇപ്പോഴും ശക്തമാണെന്നതിന്റെ സൂചനയാണ് എന്നാണ് വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. കുട്ടികളുടേതെന്ന് സംശയിക്കുന്ന 7 ലക്ഷത്തിലധികം ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് അക്കൗണ്ടുകൾക്കെതിരെ നടപടിയെടുത്തും മെറ്റ. ഡിസംബർ മുതൽ ജൂൺ വരെയുള്ള കാലയളവിൽ പ്രായപൂർത്തിയാകാത്തവരുടേതെന്ന് സംശയിക്കുന്ന ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് അക്കൗണ്ടുകളുമാണ് കമ്പനി നിർജ്ജീവമാക്കിയത്. ഓസ്ട്രേലിയയിൽ നടപ്പിലാക്കിയ 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ അക്കൗണ്ട് കൈവശം വയ്ക്കുന്നത് തടയുന്ന നിയമത്തിന്റെ പശ്ചാത്തലത്തിലാണ് മെറ്റയുടെ നടപടി. കഴിഞ്ഞ വർഷം ഡിസംബർ 10-നാണ് നിയമം പ്രാബല്യത്തിൽ വന്നത്. കുട്ടികളുടേതെന്ന് സംശയിക്കുന്ന 4.62 ലക്ഷം ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകളും 2.94 ലക്ഷം ഫേസ്ബുക്ക് അക്കൗണ്ടുകളുമാണ് കമ്പനി നിർജ്ജീവമാക്കിയത്. ഇത്തരം അക്കൗണ്ടുകൾ തിരിച്ചറിയാൻ AI സാങ്കേതികവിദ്യയുടെ സഹായമാണ് മെറ്റ തേടുന്നത്. ഉപയോക്താക്കൾ നൽകുന്ന ജനനത്തീയതിയോ പ്രായവിവരങ്ങളോ മാത്രമല്ല, അവരുടെ പ്രൊഫൈലിലെയും ഓൺലൈൻ പ്രവർത്തനങ്ങളിലെയും വിവിധ സൂചനകളും AI സംവിധാനങ്ങൾ പരിശോധിക്കുന്നു. ജന്മദിനാഘോഷങ്ങളെക്കുറിച്ചുള്ള പോസ്റ്റുകൾ, സ്കൂൾ ഗ്രേഡുകളെക്കുറിച്ചുള്ള പരാമർശങ്ങൾ, മറ്റു ഉപയോക്താക്കൾ നൽകുന്ന റിപ്പോർട്ടുകൾ തുടങ്ങിയവയും പ്രായം വിലയിരുത്തുന്നതിനുള്ള സൂചനകളായി മെറ്റ പരിഗണിക്കുന്നുണ്ട്. കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിൽ സോഷ്യൽ മീഡിയ ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ചുള്ള ആശങ്കകളാണ് നിയമം കൊണ്ടുവന്നതിലെ പ്രധാന കാരണം. നിയമത്തോട് തുടക്കത്തിൽ മെറ്റ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നെങ്കിലും പിന്നീട് ഇത് പാലിക്കുമെന്ന് കമ്പനി വ്യക്തമാക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ഇന്ത്യയിലെ സ്മാർട്ട് ഫോൺ വിപണി 5 വർഷത്തെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് കൂപ്പുകുത്തിയതായി അന്താരാഷ്ട്ര ഗവേഷണ സ്ഥാപനമായ IDC. 2026 ഏപ്രിൽ ജൂൺ പാദത്തിൽ രാജ്യത്തെ സ്മാർട്ട് ഫോൺ ഷിപ്മെൻറ്റ് 11.1% വൻ ഇടിവാണ് രേഖപ്പെടുത്തിയത്. ഇന്ത്യയിലെ സ്മാർട്ട് ഫോൺ വിപണിയിൽ വിൽപ്പനയുടെ വേഗത കുറയുന്നതായാണ് ഇന്റർനാഷണൽ ഡാറ്റ കോർപ്പറേഷൻ പുറത്തുവിട്ട ഏറ്റവും പുതിയ കണക്കുകൾ വ്യക്തമാക്കുന്നത്. റിപ്പോർട്ട് പ്രകാരം 2026 ആദ്യ 6 മാസങ്ങളിൽ ഇന്ത്യയിൽ 6.42 കോടി സ്മാർട്ട് ഫോൺസ് മാത്രമാണ് വിപണിയിലെത്തിച്ചത്. കഴിഞ്ഞ വർഷത്തെ ഇതേ കാലയളവുമായി താരതമ്യം ചെയ്യുമ്പോൾ 7.9% ഇടിവ്. 5 വർഷത്തിനിടയിലെ ആദ്യ പകുതിയിലെ ഏറ്റവും കുറഞ്ഞ സ്മാർട്ട് ഫോൺ കയറ്റുമതി നിരക്കാണ് 2026 രേഖപ്പെടുത്തിയിരിക്കുന്നത്. രണ്ടാം പാദമായ ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള കാലയളവിൽ മാത്രം സ്മാർട്ട് ഫോൺ ഷിപ്മെന്റ് 11.1% കുറഞ്ഞ് 3.32 കോടി യൂണിറ്റായി. അതായത് വിപണിയിലെ ഇടിവ് രണ്ടാം പാദത്തിൽ കൂടുതൽ ശക്തമായെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. എന്നാൽ ഫോണുകളുടെ എണ്ണം കുറയുമ്പോഴും വിപണിയുടെ മൊത്തം മൂല്യം 3.6% ഉയർന്നു. അതിന് പ്രധാന കാരണം ഉപഭോക്താക്കൾ കൂടുതൽ വിലയുള്ള പ്രീമിയം സ്മാർട്ട് ഫോണുകളിലേക്ക് മാറുന്നുവെന്നതാണ്. വരുന്ന മാസങ്ങളിൽ മെമ്മറി ചിപ്പുകളുടെ വിലയും സ്മാർട്ട് ഫോണുകളുടെ വിലയും എങ്ങനെ മാറുന്നു എന്നതിനെ ആശ്രയിച്ചായിരിക്കും ഇന്ത്യൻ മൊബൈൽ വിപണിയുടെ അടുത്ത വളർച്ച. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.